ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുമഴയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം. ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഓവൻ, ഗോൾഡ് കോയിൻസ്, മൊബൈൽ ഫോൺ, ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ. പട്ടാമ്പിയിൽ നിർമ്മാണം പൂർത്തിയായ EMS സ്മാരക പാർക്ക് നാളെ തുറന്നുകൊടുക്കും. മന്ത്രി റോഷി അഗസ്റ്റിൻ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. അമൃത് 2 കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനവും ഇതോടൊപ്പം നടക്കുമെന്ന് മുഹമ്മദ് മുഹസിൻ MLA അറിയിച്ചു. പട്ടാമ്പി ഭാരതപ്പുഴ തീരത്ത് ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തിയായ EMS പാർക്കാണ് നാളെ തുറന്നു കൊടുക്കുന്നത്. വൈകുന്നേരം ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. MLA ഫണ്ടിൽ നിന്നുമുള്ള തുക വിനിയോഗിച്ചാണ് പാർക്കിന്റെ നിർമ്മാണം നടക്കുന്നത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ആദ്യഘട്ടത്തിൽ 90 ലക്ഷം രൂപയും രണ്ടാം ഘട്ടത്തിൽ 50 ലക്ഷം രൂപയുമാണ് പാർക്കിന്റെ നിർമ്മാണത്തിനായി വകയിരുത്തിയിട്ടുള്ളത്. ആദ്യഘട്ടമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവും ആദ്യ മുഖ്യമന്ത്രിയും പട്ടാമ്പിയിൽ 4 തവണ MLAയുമായ EMSന്റെ സ്മാരകം കൂടിയായാണ് ഈ പാർക്ക് തുറന്നു കൊടുക്കുന്നത്. പട്ടാമ്പിക്കാർക്കും പുറത്തുള്ളവർക്കും വൈകുന്നേരങ്ങളിലും മറ്റും ഒഴിവുവേളകളിൽ വന്നിരിക്കുവാൻ ഉതകുന്ന തരത്തിലാണ് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാവിധ സജ്ജീകരണങ്ങളും പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട്. ജില്ലയിലെ ടൂറിസം സാധ്യതയുള്ള ഇടമാക്കി വിഭവങ്ങളും മറ്റും ലഭ്യമാക്കുന്ന തരത്തിൽ പാർക്കിനെ വികസിപ്പിക്കുവാനും ലക്ഷ്യമുണ്ട്. കുടുംബശ്രീയുടെയും ആദിവാസി വിഭവങ്ങളും അടങ്ങുന്ന മേളകൾ പാർക്കിൽ സംഘടിപ്പിക്കുവാനും ഉദ്ദേശമുണ്ട്. പാർക്കിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നഗരസഭ പ്രതിപക്ഷാംഗങ്ങൾ ഉയർത്തിയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മുഹമ്മദ് മുഹസിൻ MLA വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാർക്കിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി നഗരസഭയിലെ പ്രതിപക്ഷാംഗങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മുഹമ്മദ് മുഹസിൻ MLAയും നഗരസഭാ ഭരണസമിതി ഭാരവാഹികളും വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ മിനിസ്റ്ററാണ് ഇവിടെ എത്തുന്നത്. നഗരസഭാ പരിധിയിൽ നമുക്കറിയാം, കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അമൃത് 2 പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു പദ്ധതി അത് ആവിഷ്കരിച്ച് നടപ്പിലാക്കി അതിൻ്റെ പ്രാരംഭ നടപടികളെല്ലാം പൂർത്തീകരിച്ച് നിർമ്മാണം ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നിർമ്മാണോദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നിർവഹിക്കുന്നത്. അതോടൊപ്പം മറ്റൊന്ന് നമുക്കെല്ലാവർക്കും അറിയാം, ഭാരതപ്പുഴയുടെ സൈഡിലായിട്ടുള്ള പാർക്ക് MLA ഫണ്ട് അനുവദിച്ചുകൊണ്ട് 1,40 ലക്ഷം രൂപ അനുവദിച്ച പാർക്കിന്റെ പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ നിർവഹിക്കുകയാണ്. 11-ാം തീയതി 4 മണിക്കാണ് അതിന്റെ ഉദ്ഘാടനം. ഈ 2 പരിപാടിയും നമ്മുടെ പാർക്കിൽ വെച്ചാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഈ പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കണമെന്നാണ് വിനീതമായിട്ട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതാണ് പ്രധാനമായും ഇന്ന് വിളിച്ചതിന്റെ കാരണം. ഈ അമൃത് പദ്ധതി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, നഗരസഭയിലെ കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പരിഹാരം കാണാൻ അതിന് കഴിയും എന്നതിൽ സംശയമില്ല. മാത്രമല്ല, പട്ടാമ്പി നഗരസഭ സ്ഥലം ലഭ്യമാക്കി നൽകിയിട്ടുണ്ട്. അത് പൂർണ്ണമായി സൗജന്യമായിട്ടുള്ള സ്ഥലമാണ് ലഭ്യമാക്കിയിട്ടുള്ളത്. ഫാത്തിമ വൈഫ് ഓഫ് മുഹമ്മദ് മുണ്ടത്ത് ഹൗസ് കിടായൂര്, അതുപോലെ തന്നെ റഷിയ വൈഫ് ഓഫ് അബ്ദുൽ ഖാദർ കളത്തിൽ ഹൗസ്, ഇവര് 2 പേരുമാണ് ഇതിനുള്ള സ്ഥലം സൗജന്യമായി വിട്ടു തന്നത് എന്ന്. പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് തീർക്കുന്നതാണെന്നും ഇവർ അറിയിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നഗരസഭയിലെ സമ്പൂർണ്ണ കുടിവെള്ളം ഉറപ്പുവരുത്തുന്നതിനായി നടപ്പിലാക്കുന്ന അമൃത 2 കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനവും മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കുമെന്നും MLA സൂചിപ്പിച്ചു. MLA ഫണ്ടിൽ EMS പാർക്ക് എന്ന പേര് നാമകരണം ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ പോകുന്നത് വളരെയധികം സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ചിരകാല സ്വപ്നം എന്ന് പറയാൻ പറ്റില്ല, ജനങ്ങളുടെ ആവശ്യമായിരുന്ന ഒരു കുടിവെള്ള പദ്ധതി അതിനുകൂടി തുടക്കം കുറിക്കുകയാണ്. ഈ കുടിവെള്ള പദ്ധതി വരുന്നതോടുകൂടി നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലേക്കും ദിവസേന എന്നോണം വെള്ളം എത്തിക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നതിന് ഏറ്റവും ഗുണപ്രദമായ ഒരു പരിപാടിയാണ് ഈ കുടിവെള്ള പദ്ധതി. അതുകൊണ്ട് തന്നെ അതും പൂർത്തീകരിക്കുന്നതോടുകൂടി ജനങ്ങളുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന് നേടിയെടുക്കാൻ സാധിക്കുകയാണ്. വളരെയധികം